ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കിയ സെൽത്തോസിൻ്റെ ഏറ്റവും പുതിയ മോഡലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ലുക്ക് തരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫേസ് ചെയ്യാൻ നമുക്ക് ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയ ഈ ഒരു ഗ്രില്ലിനെ പറയുന്നത് ഡിജിറ്റൽ ടൈഗർ നോസ് എന്നാണ് ഈ ഒരു ഗ്രില്ലിനെ അവർ വിളിക്കുന്നത്. വളരെ ആ ഒരു അട്രാക്റ്റീവ് ഫീൽ ആ ഗ്രില്ലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഒരു എസ് യു വിക്ക് വേണ്ട എല്ലാ ഒരു പ്രസൻസും നമുക്ക് ആ ഗ്രില്ലിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വളരെ വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊണ്ട് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ കിയ എന്നുള്ള ബാഡ്ജിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐസ് ക്യൂബ് ഷേപ്പിലായിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ നമുക്ക് DRLs കാണാം. അത് ആ ഒരു സ്റ്റാർ മാപ്പ് LED DRLs എന്നാണ് കമ്പനി വിളിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡി ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലൊരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫോഗ് ലാംപ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിലെല്ലാം സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ലെവൽ 2 അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൻ്റെ സെൻസർ യൂണിറ്റ് കാണാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു എയർ ഡാം നമുക്കവിടെ കൊടുത്തേക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഹുഡിൻ്റെ ഒരു പ്രത്യേകത കൂടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഹൈഡ്രോളിക് സ്റ്റഡ്സ് വരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ഹൈഡ്രോളിക് സ്റ്റഡ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റഡ്സ് എനിക്ക് എപ്പോഴും പല വണ്ടികളിലും നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇത് എല്ലാ വെഹിക്കിൾസിനും കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. പഴയ പല വെഹിക്കിൾസിലും പണ്ടൊക്കെ ഉള്ള പല മോഡൽസിലും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്തിൽ, അതായത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഹയസ്റ്റ് ലെങ്താണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. 4460 mm നമുക്ക് ലെങ്ത് വരുന്നത്. വീൽ ബേസ് വന്നിട്ട് നമുക്ക് 2690 mm. പിന്നെ ഈ ലെങ്തിലൊരു 95 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെൽത്തോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇനിയിപ്പം സൈഡ് ഡിസൈനിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു അലോയ് വീൽസ് ആണ്. അതൊരു ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു ബ്ലാക്കും ക്രോം ഫിനിഷിലായിട്ടുള്ള രീതിയിലാണ്. വേറൊരു ഹൈലൈറ്റ് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയോൺ കാലിപ്പേഴ്സാണ്. അത് വളരെ സ്പോർട്ടി ഫീൽ തരുന്നുണ്ട്. നമ്മളിപ്പം ഈ ഒരു റിവ്യൂവിന് എടുത്തേക്കുന്ന ഈ ഒരു വെഹിക്കിൾ വരുന്ന വേരിയൻ്റ് പറയുന്നത് GTX-A എന്ന് പറയുന്ന വേരിയൻ്റ്. A എന്ന് ഉദ്ദേശിക്കുന്ന അഡാസ് ഫീച്ചർ വരുന്നതിനാണ് A എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൈഡ് സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ മുകളിലൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പോപ്പപ്പ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലുപ്പത്തിലുള്ള ഒരു രീതിയിലുള്ള ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഡിസൈൻ എനിക്ക് വളരെ അട്രാക്റ്റീവ് ഫീൽ തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എയറോ ഡൈനാമിക് ഫീലൊക്കെ ആ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കട്ട്സും ഒക്കെ നോക്കിയാലും ഒക്കെ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ വരുന്നത് 4 വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റിയർ ഡിസൈനും കൊടുത്തേക്കുന്നുള്ള എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ കൊടുത്തേക്കുന്ന കാണാം. പിന്നെ മുകളിൽ ഷാർഫിൻ ആൻഡ് ഉണ്ട്. സ്റ്റോപ്പ് ലാമ്പ്, ഫോഗേഴ്സ്, ഹൈഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ആ ഒരു റിയർ വൈപ്പർ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഈ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിയർ ഡിസൈനിൽ പിന്നെ നമുക്ക് കിയയുടെ തന്നെ പുറത്തുള്ള ഒരു വെഹിക്കിളാണ് ടെല്ലുറൈഡ് എന്ന് പറയുന്നത്. ടെല്ലുറൈഡിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ എല്ലായിടവും കീപ്പ് ചെയ്തേക്കുന്നതാണ്. കൂടുതലും നമുക്ക് ഫ്രണ്ട് ആ ഒരു ഫേസ് ചെയ്യാലാണ് നമുക്ക് ആ ഒരു ഫീൽ വരുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സെൻട്രലായിട്ട് കിയ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്റ്റഡ് DRLs ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സെൽത്തോസ് എന്നുള്ള ബാഡ്ജിങ് ആണ്. ഇവിടെ GT ലൈൻ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും സെൻസർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെ ആ ഒരു റിഫ്ലക്ടറിൻ്റെ അവിടെയും നമുക്കൊരു ഡി ഫിനിഷിൽ അല്ലെങ്കിൽ ആ ഒരു എലമെൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പമ്പറിന് താഴെയും സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൂട്ട് സ്പേസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മാനുവലി ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് ആണ്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 446 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് സ്പെയർ വീലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പുറമേ ഉള്ള ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കിയ സെൽത്തോസിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു
ഇൻറ്റീരിയർ ആണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഈ ഒരു കോമ്പിനേഷനൊക്കെ ആണെങ്കിലും മൊത്തത്തിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ഡാഷിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു ബോക്സി ഫീൽ തരുന്ന രീതിയിലാണ് ഡാഷിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു SUV ഫീൽ നമുക്ക് വെഹിക്കിളിനുള്ളിൽ കയറുമ്പോൾ കിട്ടുന്നുമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നപ്പം അത്യാവശ്യം നല്ല കമാൻഡിങ് ഫീല് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. SUVകളിൽ നമ്മൾക്ക് കയറിയിരിക്കുമ്പം അത് തന്നെയാണ് വേണ്ടത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളൊരു SUV എന്ന് പറഞ്ഞ് മേടിക്കുന്ന വെഹിക്കിൾ കയറിയിരിക്കുമ്പോൾ നമുക്ക് ആ സീറ്റിൽ കയറിയിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് കിട്ടണം. അപ്പം ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ഹൈറ്റിലിരിക്കുന്ന ഫീലുണ്ട്. ഒരു അത്യാവശ്യം നല്ല ഒരു കമാൻഡിങ് പൊസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമാൻഡിങ് വ്യൂ ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 31 സെൻറ്റിമീറ്ററോളം വരുന്ന സ്ക്രീനാണ്. 12.5 5 ഇഞ്ചിൻ്റെ സ്ക്രീന്. പിന്നെ ഇവിടെ ഒരു 10.25 അങ്ങനെ മൊത്തത്തിലൊരു 30.48 സെൻറ്റിമീറ്ററാണ് ഈ മൊത്തത്തിലുള്ള ഈ ഒരു സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്ലസ്റ്ററിനകത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫോർടൈൻമെൻറ്റിനകത്തും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ AC കൺട്രോൾസാണ് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത്. ഇത് നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ നമുക്ക് ഓട്ടോയിലിടാം. അങ്ങനെ ആ ഒരു രീതിയിലെല്ലാം നമുക്ക് ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്യുവൽ സോൺ AC നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അതിൻ്റെ 2 ടെമ്പറേച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും AC കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിലും നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ താഴെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ടച്ച് ഒരു വർക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഫിസിക്കൽ ബട്ടൺസും നമുക്ക് കൊടുത്തേക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വേറൊരു ഫീച്ചർ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരെന്ന് പറഞ്ഞാൽ ഈ കാരിയർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ഞാൻ നിങ്ങളെ കാണിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ സൈക്കിൾ അങ്ങനെയുള്ള നമ്മളൊരു സൺഡേ ഒക്കെ ഒരു എവിടെയെങ്കിലും ഒരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു സൈക്കിൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെഹിക്കിളിൻ്റെ ബാക്കിൽ നമ്മൾ ക്യാരി ചെയ്യും. അപ്പോൾ ക്യാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബാക്കിൽ സെൻസറൊക്കെ ഉള്ള വണ്ടിയാകുമ്പോൾ അതൊരു അനോയിങ് ആയിരിക്കും. അപ്പോൾ ആ ക്യാരിയർ മോഡെന്ന് പറയുന്ന ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ആ സെൻസർ ഓഫ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കി ആസ് യൂഷ്വൽ നമുക്കൊരു 8 സ്പീക്കറിൻ്റെ ഒരു ബോസിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് Type-C പോർട്ടുകളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഫാസ്റ്റ് ചാർജിങ്, പിന്നെ ഇവിടെ വയർലെസ് യൂണിറ്റ്, ഒരു ഇൻഡക്ഷൻ ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇന്നിപ്പോൾ ഈ GTXൽ നമുക്ക് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നേക്കുന്നത്. ഇത് കൂടാതെ ടോർക്ക് കൺവേർട്ടർ വരുന്നുണ്ട്, നമുക്ക് IMT വരുന്നുണ്ട്, പിന്നെ ഡീസൽ, പെട്രോൾ അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തേക്കുന്നതാണ്. ഓട്ടോ ഹോൾഡ്, പാർക്കിൻ്റെ നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യുന്ന സ്വിച്ച് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്ലാരിറ്റി വരുന്നത്. ക്ലാരിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഡോറ് തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതി കാണിക്കുന്നത് ആ സൈഡിലെ. യെസ്, അപ്പോൾ അത്രയാണ്. പിന്നെ ഇവിടെ നമുക്ക് കണ്ട് ഈ ഒരു ഭാഗം, ഈ ഒരു സെൻട്രൽ കൺസോൾ ഒരു രക്ഷയില്ല. ഞാൻ ഈ ഒരു രക്ഷയില്ല എന്നുള്ളൊരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്ന അത്ര തന്നെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത്. ഈ ഒരു ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ ഉണ്ടെന്ന് പോലും തോന്നത്തില്ല. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നതാണ്. കീ കണ്ടില്ല, നമ്മൾ സീറോസിലൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് കീ ആണ്. സൈഡിലാണ് ഇതിൻ്റെ ലോക്കും അൺലോക്കും ഹോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ആ ഒരു കീയിലാണ് ഇപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു കൂൾഡ് ബോക്സ് ഒന്നും അല്ല ഇത് കൊടുത്തേക്കുന്നത്, നോർമൽ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവർ സീറ്റാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ഈ 10 വേ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലംബാർ സപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. അതിൻ്റെയാണ് ഈ 10 വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആംബിയൻ ലൈറ്റ്സ് നമുക്ക് ഏത് രീതി വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു AC വെൻറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു നോബ് കൊള്ളാം, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ, അതിൽ തന്നെയാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. വളരെ സ്ലീക്കാണ്. ആ ഒരു AC വെൻ്റൊക്കെ അവിടെ ഉണ്ടെന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള ഒരു സ്ലീക്ക് ഡിസൈൻ ആയിട്ട് തോന്നി. എല്ലാത്തിനും ഒരു ബോക്സ്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബോക്സ് ഫീൽ എല്ലായിടവും കൊടുത്തേക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു AC ആ ഒരു വെൻസിനാണെങ്കിലും എല്ലാം കൊടുത്തേക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നും. പിന്നെ ഈ ഒരു വോളിയം ബട്ടണൊക്കെ കൊള്ളാം, ഒരു റൊട്ടറി ടൈപ്പുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ വേണ്ട എല്ലാ ബട്ടൺസും കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇവിടെ അഡാസിൻ്റെ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡ്രൈവ് മോഡ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്.
ടിൽറ്റും റീച്ചും വരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റിയറിംഗ് വീലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 2 സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുകൂടാതെ ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് രണ്ട് മെമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മിറർ ഓട്ടോമാറ്റിക്കലി റിട്രാക്റ്റ് അല്ല അഡ്ജസ്റ്റ് ആയി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ഒരു കംഫോർട്ട് ഒരു രക്ഷയില്ല, അസാധ്യമായ ഒരു കംഫോർട്ട് തരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബോൾസ്റ്റേഴ്സ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ എത്രത്തോളം കംഫോർട്ടബിളായിട്ട് ഇവിടെ പിടിച്ചിരുത്തുന്നുണ്ടെന്നുള്ളത്. സീറ്റ് വളരെ കംഫോർട്ടബിളായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താനും വരുന്നുണ്ട്. കാരണം 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നതുകൊണ്ടും പിന്നെ ബാക്കിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ലംബാർ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോഴും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വരാത്ത തരത്തിലുള്ള അത്ര കംഫോർട്ടാക്കി തരുന്നുണ്ട്. ഈ ഒരു ഫീച്ചേഴ്സ് ഇല്ലേ പോലും ഈ ഒരു സീറ്റിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും ബോൾസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഈ ഒരു ഹെഡ് റെസ്റ്റ് എടുത്ത് പറയേണ്ടതാണ്. ഇത് ഇങ്ങനെ ഒരു നെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തലയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും നല്ല അകത്തോട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഡോറിൻ്റെ ഡിസൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് അവിടെ ആ ഒരു സൈഡിൽ അതിൻ്റെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചസ് കൊടുത്തേക്കുന്നത് കാണാം. ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ആ ഒരു യൂണിറ്റ് അവിടെ കാണാം. അത്യാവശ്യം 2 ലിറ്ററോളം നമുക്ക് വെക്കാൻ പറ്റുന്ന 2 ലിറ്ററിൻ്റെ ബോട്ടിലോളം വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പം നമുക്ക് വേണ്ട പാനോറമിക് സൺറൂഫ് പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൺഗ്ലാസ് ഹോൾഡർ, വാനിറ്റി മിറർ, ലൈറ്റ്സ് കൂടെ ഒക്കെ ആവാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ഒരു പാനോറമിക് സൺറൂഫ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ബാക്കിലോട്ട് നമുക്ക് അത്രയും ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലെ വിശേഷങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സെൽത്തോസിൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അത്യാവശ്യം നമ്മൾ കുറച്ചുകൂടെ ഒരു തിയേറ്ററിക്കൽ സീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ്. കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സീറ്റ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ പൊങ്ങിയുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസിബിളാണ്. എനിക്ക് നല്ല രീതിയിലുള്ളൊരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ആംറസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഈ ഒരു സീറ്റ് നമുക്ക് ഒരു 2 പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ നമുക്കൊരു സ്ലാൻഡ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തത്. 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 2 AC വെൻസ് കൊടുത്തേക്കുന്നത് കാണാം. നമ്മൾ സിറോസിലൊക്കെ കണ്ട പോലെ ഉള്ള രീതിയിലാണ് ഇവിടെ 2 ടൈപ്പ് സി പോർട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം സീറ്റിൻ്റെ ബാക്കിലായിട്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലത്തെ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് ഫയൽ പോക്കറ്റ്സ് കൊടുത്തേക്കുന്നതാണ് 2 സൈഡിലും. ഇവിടെ മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെൻറ്റർ ടണൽ വരുന്നുണ്ട് നമുക്ക്. പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് പറയാനില്ല. കാരണം ഇതിങ്ങനെ റേസ്ഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇച്ചിരി സ്ലോപ്പി ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വലിയൊരു നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല. ഇവിടെ നമുക്ക് മാനുവലി ഉയർത്തി വെക്കാവുന്ന സൺ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 10.99 lakhs ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ എക്സ്-ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 24.91 lakhs അപ്രോക്സിമേറ്റ് പ്രൈസ് നമുക്ക് വെഹിക്കിളിന് ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു എൻജിൻ സ്പെക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ടർബോ ചാർജ്ഡ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. ടർബോ ചാർജിൽ വരുമ്പോൾ നമുക്കൊരു 160 PS പവറാണ് വരുന്നത്. ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും 115 PS വരുന്നുണ്ട്. നാച്ചുറൽ ആസ്പിറേറ്റഡ് വരുമ്പോഴത്തേക്കും 114 PS. ഡീസലിന് ഒരു 250 Nm ടോർക്കോളം നമുക്ക് ഡീസലിൻ്റെ ഒരു ടോർക്ക് ഫിഗേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടില്ല. നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ് വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ട്രിപ്പിൾ സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നമുക്ക് കീലെസ് എൻട്രി, പിന്നെ 6 സ്പീക്കേഴ്സ് സിസ്റ്റം വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് LED DRLs, ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന ഒരു HTE എന്ന് പറയുന്ന ഈ 10.99 lakhs കിട്ടുന്ന ആ ഒരു വെഹിക്കിളിൽ ഇത്രയും ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടാണ് ആ വെഹിക്കിൾ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,79 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിയോൺ കിയയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.